വെൽക്കം ബാക്ക് ടു ഏഗൻ ലേണിംഗ്. അപ്പോൾ നമ്മുടെ SSLC മാത്സ് എക്സാമിന് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് രണ്ടാം ഡിഗ്രി സമവാക്യങ്ങളിലുള്ള ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് റെക്റ്റാങ്കിൾ ചതുരവുമായി റിലേറ്റ് ചെയ്ത് വരുന്ന രണ്ട് ക്വസ്റ്റ്യൻസ്. സോ എന്തായാലും ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഈ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ച് മതിയാവൂ. അപ്പോൾ നമുക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. മലയാളം ഇവിടെ കൊടുത്തിട്ടില്ല, ഞാൻ എല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ, എ റെക്റ്റാങ്കിൾ ഈസ് ഫോംഡ് ബൈ യൂസിങ് എ സ്ട്രിങ് ഓഫ് ലെങ്ത് 48 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ചരടുണ്ട്, അതിൻ്റെ നീളം 48 സെൻറ്റിമീറ്റർ ആണ്. ഒരു വലിയൊരു ചരടാണ്, അതാ വലിയ ചരടൊന്നുമല്ല, 48 സെൻറ്റിമീറ്ററേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് എന്താണ്, ഒരു റെക്റ്റാങ്കിൾ ഫോം ചെയ്യാണ്, ഒരു ചതുരം ഫോം ചെയ്യാണ്. ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ഈസ് 135 സ്ക്വയർ മീറ്റർ. അപ്പോൾ ഇത് സെൻറ്റിമീറ്റർ അല്ല, ഇത് മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, ചതുരത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 135 ചതുരശ്ര മീറ്റർ ആണ്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ്. അതിൻ്റെ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കുക. അപ്പോൾ ഇതേ ചോദ്യം തന്നെ എന്താണ്, റെക്റ്റാങ്കിൾ ഈസ് ഫോംഡ് ബൈ യൂസിങ് എ സ്ട്രിങ് ഓഫ് ലെങ്ത് എന്നുള്ളതിന് പകരം വേറൊരു വേർഡ് വെച്ച് വരാം. അപ്പോൾ ആ വേർഡ് എന്താണ് എന്നുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, 48 മീറ്റർ നീളമുള്ള ഒരു ചരടുണ്ട്, അതിനെ വളച്ച് വളച്ച് എന്താക്കുന്നു, ഒരു ചതുരമാക്കി മാറ്റുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ ചതുരത്തിൻ്റെ എന്താണ് 48 മീറ്റർ ആവും? ആ ചതുരത്തിൻ്റെ ഏതോ ഒരളവ് 48 മീറ്റർ ആവും. ഇങ്ങനെ ഒരു ചരടെടുത്ത് ഇങ്ങനെ വളച്ച് വളച്ച് ചതുരമാക്കുമ്പോൾ എന്താണ്, ആ ചരടിൻ്റെ നീളം, ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ചതുരത്തിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ ആയിട്ട് മാറും. ഓക്കെ, പെരിമീറ്റർ. അപ്പോൾ ഇവിടെ പെരിമീറ്റർ എത്രയായിട്ട് മാറും? പെരിമീറ്റർ ചുറ്റളവ് എത്രയായിട്ട് മാറും? 48 മീറ്റർ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് വേറൊരു രീതിയിൽ ചോദിക്കാം. എന്താണ്, എ റെക്റ്റാങ്കിൾ ഈസ് ഫോംഡ് വിത്ത് പെരിമീറ്റർ 48 മീറ്റർ. ഓക്കെ, ഈ ഏരിയ എന്താണ്, സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്നുള്ളത് ആ ഒരു വേർഡിന് പകരം എന്താണ്, ചുറ്റളവ് 48 മീറ്റർ ആയിട്ടുള്ളതും ഏരിയ 135 സ്ക്വയർ മീറ്റർ ആയിട്ടുള്ളതായ ഒരു റെക്റ്റാങ്കിൾ ഫോം ചെയ്യുന്നു. അതിൻ്റെ ലെങ്ത് ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടും ചോദ്യം വരാം. റെഡി? ഓക്കെ, അപ്പോൾ ഇവിടെ പെരിമീറ്റർ 48 മീറ്റർ ആണ് എന്ന് കിട്ടി. ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ എത്രയാണ്? 135. പരപ്പളവ് 135 സ്ക്വയർ മീറ്റർ ആണ്. റെഡി? ഇനി നോക്കൂ, പെരിമീറ്ററിൻ്റെ പകുതിയാണ് എപ്പോഴും എന്ത് വരിക, നീളം പ്ലസ് വീതി വരിക, ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് വരിക. അപ്പോൾ പെരിമീറ്റർ എത്ര വരും? പെരിമീറ്ററിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 24 മീറ്റർ. അപ്പോൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 24 മീറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരെണ്ണത്തിനെ നമ്മൾ എക്സാക്ട് എടുക്കുക. അപ്പോൾ ലെങ്ത് ബി എക്സ് എന്നുള്ളത് ലെങ്ത് ആയിട്ട് എടുത്താൽ നമ്മുടെ ബ്രെഡ്ത്ത് എന്ത് വരും? ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 24 കിട്ടും. ഇതിൽ ലെങ്ത്തിന് ഞാൻ എക്സ് ആക്കി എടുത്താൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താ? 24 മൈനസ് എക്സ്. 24 മൈനസ് എക്സ്. ഓക്കെ, തെറ്റിക്കരുത്. എക്സ് മൈനസ് 24 അല്ല, ആകെ തുകയിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഒരെണ്ണമായിട്ടുള്ള എക്സിനെ കുറയ്ക്കാം. 24 മൈനസ് എക്സ് കുറയ്ക്കാം. റെഡി? അപ്പോൾ ഇനി ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഏരിയ നമ്മൾ എങ്ങനെയാണ് കാണുക? ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ് കാണുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, നീളം ഇൻറ്റു വീതി ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നീളം ഇൻറ്റു വീതി ചെയ്യുമ്പോൾ നമുക്ക് 135 കിട്ടും. അപ്പോൾ നമ്മൾ നീളം എത്രയാണ് എടുത്തത്? എക്സ് ആയിട്ടാണ് എടുത്തത്. ബ്രെഡ്ത്ത് 24 മൈനസ് എക്സ് ആയിട്ടാണ് എടുത്തത്, ഈക്വൽ ടു 135. റെഡി? ഇനി എന്ത് ചെയ്യുക, ഈ എക്സിന് ഉള്ളിലോട്ട് ഗുണിക്കുക. അപ്പോൾ എന്ത് വരും? 24x. ഇനി ഈ എക്സ് ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 135. റെഡി? ഇനി എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ചെയ്യാം. കാരണം എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് നോക്കുമ്പോൾ അത് ഇരട്ടയായിട്ടാണ് വന്നിരിക്കുന്നത്. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഒറ്റസംഖ്യ ആകുമ്പോഴാണ് നമുക്ക് എന്താ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരിക. പിന്നെ അതുപോലെ തന്നെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 അല്ലാതാവുമ്പോഴും. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ തൽക്കാലം എന്താ, എക്സ് സ്ക്വയർ ഇവിടെ നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിനെ പോസിറ്റീവായിട്ട് നിർത്താൻ നോക്കാം. അപ്പോൾ എക്സ് സ്ക്വയറിനെ പോസിറ്റീവ് ആക്കണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ നെഗറ്റീവാണ്. ഈ എക്സ് സ്ക്വയറിൻ്റെ സൈൻ പോസിറ്റീവ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ഈ ഒരു ഇക്വേഷനിൽ ത്രൂ ഔട്ട് എല്ലാ ടേമിൻ്റെയും ചിഹ്നം, സൈൻ നമ്മൾ ചേഞ്ച് ചെയ്യുക. അപ്പോൾ പോസിറ്റീവ് 24xൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ എന്താവും? മൈനസ് 24x ആവും. മൈനസ് എക്സ് സ്ക്വയറിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ എന്താവും? പ്ലസ് എക്സ് സ്ക്വയർ ആവും. ഈക്വൽ ടു 135ൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ എന്താവും? മൈനസ് 135 ആവും. അപ്പോൾ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 24x ഈക്വൽ ടു മൈനസ് 135. റെഡി? ഇനി നമുക്ക് ഇവിടെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്, വർഗം പൂർത്തിയാക്കൽ മെത്തേഡ് ചെയ്യാം. അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ എത്രയാണ്?
എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് -24 ശ്രദ്ധിക്കുക, 24 അല്ല -24. അതിൻ്റെ പകുതി -24ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ -12. അതിൻ്റെ സ്ക്വയർ എത്രയാണ്? -12ൻ്റെ സ്ക്വയർ. 12ൻ്റെ സ്ക്വയറും -12ൻ്റെ സ്ക്വയറും ഈക്വൽ ആണ്, അത് 144 ആണ്. റെഡി? 144. അപ്പോൾ ദാ എക്സ് സ്ക്വയർ എഴുതി, -24 എക്സ് എന്ന് എഴുതി. ഈ ഇക്വേഷൻ അങ്ങനെ തന്നെ താഴേക്ക് എഴുതാണ്, -135. ഇനി എന്ത് ചെയ്തു? നമുക്കിവിടെ കിട്ടിയ ഈ 144 ഇതാ ഇവിടെയും ആഡ് ചെയ്ത് കൊടുത്തു ആൻഡ് റൈറ്റ് സൈഡിലും ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നോക്കുക എന്തായിട്ട് മാറും. ഇപ്പം നമ്മൾ എന്തിനാണ് ഇത് ചെയ്തത്? നമ്മുടെ ലെഫ്റ്റ് സൈഡിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇപ്പം നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡ് എന്തായിട്ടുണ്ട്? ഒരു പൂർണ്ണവർഗം പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുണ്ട്. എന്തിൻ്റെ സ്ക്വയർ? ഏതിൻ്റെ സ്ക്വയർ? ഏതിൻ്റെ വർഗമാണിത്? ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എക്സ് എഴുതുക, എക്സ് എഴുതുക. ഇനി നമുക്കിവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് -24 ആയിരുന്നു. അതിൻ്റെ പകുതി എത്രയാണ്? എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എല്ലാം നോക്കേണ്ടത്, എക്സിൻ്റെ കോയിഫിഷ്യൻ്റിൻ്റെ പകുതി എത്രയാണ്? -12. അപ്പോൾ എക്സ് -12 ദ ഹോൾ സ്ക്വയർ ആയിരിക്കും എന്ത്? ഈ ലെഫ്റ്റ് സൈഡിലുള്ള എക്സ് സ്ക്വയർ -24x + 144 എന്നുള്ളത്. ഇനി റൈറ്റ് സൈഡ് എന്ത് വരും? -135 + 144 എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്, 9 ആണ്. റെഡി? ഇനി എന്താ? സ്ക്വയർ ഇപ്പുറത്തെ സൈഡിൽ സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയർ കളയാനായിട്ട് രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കുക, വർഗ്ഗമൂലം എടുക്കുക. അപ്പോൾ എക്സ് -12 ഈ ഒരു ചോദ്യത്തിൽ ഇങ്ങനെ ചതുരം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്താണ്? പോസിറ്റീവ് സ്ക്വയർ റൂട്ട് മാത്രം മതി. അതായത് ഇവിടെ പെരിമീറ്ററും ഏരിയയും തന്നിട്ട് വശങ്ങളുടെ നീളം കാണാനുള്ള ചോദ്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പോസിറ്റീവ് സ്ക്വയർ റൂട്ട് മാത്രം എടുത്താൽ മതി. റെഡി? അപ്പം നമുക്കിവിടെ എന്ത് കിട്ടും? പോസിറ്റീവ് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 9ൻ്റെ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 3 എന്ന് കിട്ടും. സോ എക്സ് -12 = 3 വിച്ച് ഇംപ്ലൈസ് എക്സ് എത്രയാണ്? ഈ 12 അങ്ങോട്ട് കൊണ്ടുപോയാൽ 3 + 12 = 15 എന്ന് കിട്ടി. എക്സ് 15. അപ്പോൾ എക്സ് 15 ആണെങ്കിൽ, അതായത് ലെങ്ത്ത് ആണ് നമ്മൾ എക്സ് ആക്കി എടുത്തത്, അത് 15 ആവുമ്പോൾ 15 മീറ്റർ ആവുമ്പോൾ ബ്രെഡ്ത്ത് എത്ര വരും? 24 - 15. അതായത് എത്രയാണ്? 24 - 15 9. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ 15ഉം 9ഉം ആണ്. ഇനി നിങ്ങൾക്ക് സംശയമുണ്ട് ഉത്തരം ശരിയാണോ എന്ന് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇവരിവിടെ ഏരിയ തന്നിട്ടുണ്ട് 135. അപ്പോൾ ഈ 15ഉം 9ഉം കൂടെ 9ഉം കൂടെ ഗുണിക്കുമ്പോൾ 135 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് 24 ആണ്. അപ്പോൾ 15ഉം 9ഉം ആഡ് ചെയ്യുമ്പോൾ 24 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അതെന്തായാലും കിട്ടുന്നുണ്ടാവും. നിങ്ങൾ 24ൽ നിന്ന് 15 കുറച്ചാണല്ലോ ഇവിടെ 9 എന്ന് എഴുതിയത്. ഇവർ ഗുണിക്കുമ്പോൾ ഈ 135 എന്നുള്ളത് കിട്ടുന്നുണ്ടോ എന്നും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ മോഡൽ ക്വസ്റ്റ്യൻ എന്തായാലും പഠിച്ചു വയ്ക്കുക. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ എക്സാം പേപ്പറിൽ പ്രതീക്ഷിക്കാം, ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതേപോലത്തെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ? എന്താണ്? A pond of rectangular shape is to be constructed with perimeter 42 meter and diagonal length 15 meter. അപ്പോൾ നമുക്ക് എന്താണ്? ചതുരാകൃതിയിലുള്ള ഒരു കുളം ഫോം ചെയ്യണം. ചതുരാകൃതി. അതിൻ്റെ പെരിമീറ്റർ എത്രയാണ്? 42. അപ്പോൾ പെരിമീറ്റർ 42 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് അവിടെ നിന്ന് എന്ത് പറയാം? ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്, നീളം പ്ലസ് വീതി എന്ന് പറയുന്നത് ഇതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 21 മീറ്റർ. 21 മീറ്റർ, അത് ഓർത്ത് വയ്ക്കാം. റെഡി? അടുത്തത് എന്താണ്? ആൻഡ് ഡയഗണൽ ഓഫ് ലെങ്ത് 15. അപ്പോൾ ഒരു വികരണമുണ്ട്, അതിൻ്റെ നീളം 15 മീറ്റർ. ഇഫ് ബ്രെഡ്ത്ത് ഓഫ് ദ പോണ്ട് ഈസ് എക്സ്. അപ്പോൾ ബ്രെഡ്ത്ത് എന്താണ്? എക്സ് ആണ്. അപ്പോൾ നമുക്കറിയാം ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് 21 മീറ്റർ ആണ്, 21 ആണ്. അതിൽ ബ്രെഡ്ത്ത് എക്സ് ആയിട്ട് എടുത്തു. വാട്ട് ഈസ് ഇറ്റ്സ് ലെങ്ത്? ലെങ്ത്തിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ബ്രെഡ്ത്ത് എക്സ് ആണെങ്കിൽ ലെങ്ത് എന്തായിരിക്കും? ടോട്ടലിൽ നിന്നും ഈ എക്സിനെ കുറയ്ക്കുക, 21 - x. ഓക്കെ. ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആൻഡ് ഹെൻസ് ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ പോണ്ട്. അപ്പോൾ ഒരു രണ്ടാം കൃതി സമവാക്യം രൂപീകരിച്ചിട്ട് ഈ ഒരു കുളത്തിൻ്റെ നീളവും വീതിയും കണ്ടെത്തണം. അപ്പോൾ സിമ്പിളാണ്. നീളം നമ്മൾ എന്താണ്? 21 - x എന്ന് എടുത്തു. വീതി നമ്മൾ x എന്നും എടുത്തു. 21 - x. ഇനി റെക്ടാങ്കിൾ എന്ന് പറയുമ്പോൾ ദാ ഇവിടെ 90 ഡിഗ്രി വരും. ചതുരം എന്ന് പറയുമ്പോൾ ഇവിടെ 90 ഡിഗ്രിയാണ്. സോ ഈ ഒരു ത്രികോണം നിങ്ങളൊന്ന് കൺസിഡർ ചെയ്തേ. ത്രികോണം എ ബി
ഇതിന് പേര് കൊടുത്താൽ ABCD. അപ്പോൾ ത്രികോണം ABC നിങ്ങളൊന്ന് നോക്കിയേ. ഇതൊരു മട്ട ത്രികോണമാണ്, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് തീരം? പൈതഗോറസ് തീരം. മറക്കരുത്, പൈതഗോറസ് തീരം കൃത്യമായിട്ട് എഴുതുക. നമുക്ക് എവിടെ ആവശ്യം വരും? ഈ ചാപ്റ്ററിൽ ആവശ്യം വരാം, നമ്മുടെ ട്രിഗണോമെട്രിയിലൊക്കെ ആവശ്യം വരാം. അപ്പോൾ പൈതഗോറസ് തീരം. ഓക്കെ, റെഡി. അപ്പോൾ എന്താണ് വരിക? ആ ട്രയാങ്കിൾ മാത്രം എടുത്ത് വരച്ചാൽ, ABC എന്നുള്ള ട്രയാങ്കിൾ വരച്ചാൽ ഇവിടെ 15, ഇവിടെയോ 21 - x, ഇത് x. അപ്പോൾ നോക്കിയാൽ പൈതഗോറസ് തീരം വയ്ക്കുമ്പോൾ ബേസ് സ്ക്വയർ, പാദം സ്ക്വയർ, അതായത് AB സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ പ്ലസ് ലംബം ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? x. അപ്പോൾ BC സ്ക്വയർ, അത് BC ആണ്. ആദ്യം അങ്ങനെ എഴുതിയിട്ട് നമുക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ. ഇവിടെ കർണം എന്താണ്? ഹൈപ്പോട്ടന്യൂസ് എന്താണ്? AC ആണ്. AC സ്ക്വയർ. ഓക്കെ, AC സ്ക്വയർ. അപ്പോൾ എന്ത് വരും? AB ഇവിടെ 21 - x, 21 - x ദ ഹോൾ സ്ക്വയർ പ്ലസ് BC എന്ന് പറയുന്നത് x ആണ്. x സ്ക്വയർ ഈക്വൽ ടു AC 15 സ്ക്വയർ. അപ്പോൾ 21 - x ദ ഹോൾ സ്ക്വയർ, x - y ദ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ a - b ദ ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യണം. എങ്ങനെ ചെയ്യും? സിമ്പിളാണ്. ആദ്യം 21ൻ്റെ സ്ക്വയർ എഴുതാം. 21ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 441 ആണ് അല്ലേ? 441 ആണ് 21ൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ 21ൻ്റെ സ്ക്വയർ എഴുതി. എന്നിട്ടോ 21ൻ്റെ സ്ക്വയർ എഴുതാം. 441 പ്ലസ് എക്സിൻ്റെ സ്ക്വയർ. തെറ്റിക്കരുത്, എക്സിൻ്റെ സ്ക്വയറിന് മൈനസ് അല്ല, പ്ലസ് ആണ് കൊടുക്കേണ്ടത്. പ്ലസ് എക്സ് സ്ക്വയർ. ഇനിയോ ഈ 2ഉം 21ഉം എക്സും കൂടെ ഗുണിക്കുക. ഏതാണ്? 2ഉം 21ഉം എക്സും കൂടെ ഗുണിക്കുക. അപ്പം എന്താവും? 21ഉം 2ഉം കൂടെ ഗുണിക്കുമ്പോൾ 42 മൈനസ് 42x പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഈക്വൽ ടു 15ൻ്റെ സ്ക്വയർ 225. അപ്പോൾ ഇവിടെ ഈക്വൽ ടു 225 കിട്ടി. ഇനി ഇവിടെ നോക്കൂ, ലെഫ്റ്റ് സൈഡിൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്നുണ്ട്. ദാറ്റ് ഈസ് 2x സ്ക്വയർ. അപ്പോൾ 2x സ്ക്വയർ മൈനസ് 42x ഈക്വൽ ടു, ഇവിടെ നോക്കൂ, നമ്മൾ സാധാരണ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? എപ്പോഴും ഈ എക്സ് ഇല്ലാത്ത ടേമിനെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്കാണ് എഴുതാറുള്ളത്, സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ എക്സ് ഇല്ലാത്ത 441നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ 225 മൈനസ് 441 എന്നാവും. അപ്പോൾ ലെഫ്റ്റ് സൈഡ് 2x സ്ക്വയർ മൈനസ് 42x എന്നും ഈക്വൽ ടു 225 മൈനസ് 441 മൈനസ് 216. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 2 ആണ്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഇത് 42, ഇത് 216. ഇതൊക്കെ 2ൻ്റെ മൾട്ടിപ്പിൾസാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ചോദ്യത്തിൽ നമ്മൾ എന്ത് ചെയ്തു? നെഗറ്റീവ് കളയാൻ വേണ്ടിയിട്ട് എല്ലാത്തിൻ്റെയും സൈൻ ചേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാം 2ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ വന്നിരിക്കുന്ന സംഖ്യകളൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ നമുക്കൊന്ന് വെട്ടിച്ചെറുതാക്കാം. എന്താണ്? എല്ലാ ടേമിനെയും നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, എല്ലാ ടേമിനെയും 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് വരിക? 2x സ്ക്വയറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ ആയി. മൈനസ് 42xനെ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ മൈനസ് 21x ആയി. മൈനസ് 216നെ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ മൈനസ് 108 ആയി. ക്ലിയർ? ഇപ്പോൾ നോക്കിയേ, എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആയിട്ട് വന്നു. ഇനി നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം, വർഗം പൂർത്തിയാക്കൽ മെത്തേഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് മൈനസ് 21 ആണ്. ഒരു ഒറ്റ സംഖ്യയാണ് അല്ലേ? 21 എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ സംഖ്യയാണ്, ഓഡ് നമ്പർ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒറ്റ സംഖ്യ ഓഡ് നമ്പർ വരുമ്പോൾ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യുന്നതിനേക്കാളും എളുപ്പം ഏതാണ്? എളുപ്പം നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോഴാണ്. സോ നമ്മൾ ഇവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? അതിനു മുമ്പ് അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ചെയ്യണം. എക്സ് സ്ക്വയർ മൈനസ് 21x ഈക്വൽ ടു മൈനസ് 108 എന്നാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും എല്ലാത്തിനെയും ഒരു സൈഡിലേക്ക് എത്തിക്കണം. അപ്പോൾ ഈ മൈനസ് 108 ഇപ്പുറത്തേക്ക് എത്തിച്ചു. എക്സ് സ്ക്വയർ മൈനസ് 21x പ്ലസ് 108 ഈക്വൽ ടു 0. റെഡി? അപ്പോൾ വർഗം പൂർത്തിയാക്കൽ മെത്തേഡിനാണ് എക്സുകളൊക്കെ ഒരു സ്ഥാനത്ത് നിർത്തിയിട്ട് ബാക്കി എക്സ് ഇല്ലാത്ത സംഖ്യയെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ചെയ്യേണ്ടത്. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോഴെന്താണ്? എല്ലാത്തിനെയും ഒരു സൈഡിലേക്ക് എത്തിക്കുക. ലെഫ്റ്റ് സൈഡ് ഏതെങ്കിലും ഒരു സൈഡിൽ എന്താണ്? ഈക്വൽ ടു 0 എന്ന് ആവണം. റെഡി? ഇനി നമ്മൾ എയും ബിയും സിയും എടുത്ത് എഴുതാൻ പോവാണ്. എ ബി സി.
എ എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് അതിവിടെ 1 ആണ്. ബി എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് അതിവിടെ -21 ആണ്. സി എന്ന് പറയുന്നത് എക്സ് ഒന്നുമില്ലാതെ കിടക്കുന്ന കോൺസ്റ്റൻറ്റ് ടേം അതിവിടെ 108 ആണ്. റെഡി. അപ്പോൾ ഇതാ നമ്മൾ എഴുതാൻ പോവാണ്. എക്സ് ഇസ് ഈക്വൽ ടു -b + or -√b² - 4ac/2a. അതായത് മൈനസ് ഓഫ് ബി എന്താ -21 + or -√b². ബി എന്താണ് -21. അപ്പോൾ -21² - 4 ഇൻറ്റു എ എത്രയാണ് 1 ആണ് ഇൻറ്റു സി എത്രയാണ് 108/2a. അതായത് 2 ഇൻറ്റു എ ഇവിടെ 1. റെഡി. അപ്പോൾ എന്ത് വരും? മൈനസ് ഓഫ് -21 ആ രണ്ട് മൈനസും കൂടെ കട്ടായി 21 ആയി. അപ്പോൾ 21 + or -√b². 21ൻ്റെ സ്ക്വയർ 441 മൈനസ് 4 ഇൻറ്റു 108. 4 ഇൻറ്റു 108 എന്ന് പറയുമ്പോൾ 432 ഡിവൈഡഡ് ബൈ 2 which is equal to 21 + or -√441 - 432 എന്ന് പറയുന്നത് 9/2. റെഡി. അപ്പോൾ ഇതാ എക്സ് ഈക്വൽ ടു എന്താണ് 21 + or -9ൻ്റെ റൂട്ട് 3 ആണ് /2 എന്ന് വന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പറയാം എന്താണ് എക്സ് ഇസ് ഈക്വൽ ടു 21 + 3/2 or എക്സ് ഇസ് ഈക്വൽ ടു 21 - 3/2. റെഡി. അപ്പോൾ എന്താണ് വരിക? 21 + 3/2 എന്ന് പറയുമ്പോൾ 21 + 3 24 24/2 12. ഇനി ഇവിടെ നിന്നോ 21 - 3 എന്ന് പറയുമ്പോൾ 18 18/2 9. അപ്പോൾ എക്സിന് നമുക്ക് കിട്ടിയ വാല്യൂസ് 12 9 അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ചതുരം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലൊക്കെ ശരിക്കും എന്താണ് ഒരു റൂട്ട് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ആക്ച്വലി പ്ലസ് ഇട്ടുള്ള ഉത്തരം മാത്രം കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഈ രണ്ട് ഉത്തരവും ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് എന്നുള്ളത് 12 ഓർ എക്സ് എന്നുള്ളത് 9 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ബ്രെഡ്ത്ത് 12 ആവാം, ബ്രെഡ്ത്ത് 12 മീറ്റർ ഓർ ബ്രെഡ്ത്ത് 9 മീറ്റർ. അപ്പോൾ ബ്രെഡ്ത്ത് 12 മീറ്റർ ആകുമ്പോൾ ലെങ്ത് എന്ത് വരും? ലെങ്ത് എത്ര വരും? 21 - 12 അതായത് 9. ഇനി ഇവിടെയോ? ഇവിടെ ലെങ്ത് എന്ത് വരും? 21 - 9 അതായത് 12. അപ്പോൾ ഇവിടെ കണ്ടോ നമുക്ക് കിട്ടിയ രണ്ട് ഉത്തരം എന്താ? ഒരു സൈഡ് 12 ആവും, മറ്റേ സൈഡ് 9. ഒരു സൈഡ് 12 ആവും, മറ്റേ സൈഡ് 9 എന്നാണ് രണ്ട് ഉത്തരത്തിൽ നിന്ന് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതാണ് പറഞ്ഞത് ഈ റെക്റ്റാങ്കിൾ റിലേറ്റഡ് പ്രോബ്ലത്തിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? പോസിറ്റീവ് റൂട്ട് മാത്രം എടുത്താൽ മതി, ഈ നെഗറ്റീവ് റൂട്ട് എടുക്കണ്ട. ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? അപ്പോൾ ഈ റെക്റ്റാങ്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള ചതുരത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ രണ്ട് പ്രോബ്ലംസും നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് രണ്ടും. അപ്പോൾ വർഗം പൂർത്തിയാക്കൽ മെത്തേഡ് വെച്ചിട്ടും പിന്നെ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ടും നമ്മൾ രണ്ട് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് ഈ ചാപ്റ്റർ പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.